വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ആട്ടാചാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ ഹനുമാൻ സ്വാമി ഷൈജുവിൻ്റെ ദേഹത്തേക്ക് പ്രവേശിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് നൽകുന്ന പഴങ്ങൾക്കിടയിലാണ് കാഞ്ഞിരത്തിൻ്റെ കായും ഉണ്ടായിരുന്നതെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. 4 കായകൾ വച്ചെന്നാണ് കുടുംബം പറഞ്ഞത്. ഇതിൽ 2 കായകൾ ഷൈജു കഴിക്കുകയും ചെയ്തു. തുടർന്ന് തളർച്ച നേരിട്ട ഷൈജുവിനെ ആട്ടുചടങ്ങിൽ നിന്നും മാറ്റുകയും ചെയ്തു. പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഷൈജുവിനെ പെട്ടെന്ന് തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നുവെന്ന് ഒരു ബന്ധു പറയുന്നു. ഈ ഫ്രൂട്ട്സുകളൊക്കെ വെക്കും, അതിൽ 2 പഴം ഉണ്ടായിരുന്നു. ഈ പഴം കഴിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ ഫ്രൂട്ട്സ് വിതരണം ചെയ്തു. പിന്നെ കഴിഞ്ഞിട്ട് നേരം കിടന്നു. കിടന്നപ്പോൾ കാലിനൊക്കെ മസിൽ കയറുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ ഒഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മസിൽ കയറുകയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു വിലം വെച്ച പോലെ പിന്നെ പെട്ടെന്ന് തണുത്തുകൊണ്ടായി. എത്ര മണിക്കായിരുന്നു സംഭവം? 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇത് കഴിഞ്ഞ അരമണിക്കൂർ പെട്ടെന്ന് ഇത് ആയപ്പോൾ തന്നെ അപ്പം തന്നെ കൊണ്ടുപോയി. ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ എത്ര കായ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 4 കായാണ് വെച്ചായിരുന്നു. 2 കായയുടെ കഴിച്ചിട്ടുണ്ടാവും. ബാക്കി അവിടെ വേസ്റ്റായിട്ട് വരുന്നത്. വൊമിറ്റ് ചെയ്യുക ചെയ്തിട്ടില്ല ഒന്നും ഉണ്ടായി. ഇത് ക്ഷേത്രത്തിൽ വർഷം തുറന്ന ഇങ്ങനെ വരാറുണ്ട്. എത്ര വർഷത്തോളായി തുടർച്ചയായിട്ട് ഇപ്പോൾ? 4 വർഷം അടുപ്പിച്ചപ്പോൾ ചെയ്യുന്നു. കുടുംബക്ഷേത്രമാണ്. പുലർച്ചെ 3:45 മരണം സ്ഥിരീകരിച്ചത്. ആചാര ചടങ്ങിനിടെ വെട്ടേറ്റ പാടുകളും ഷൈജുവിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. ഇവ ആചാര ചടങ്ങിൻ്റെ ഭാഗമായി ഉണ്ടായതാണെന്നാണ് കുടുംബം പറയുന്നത്. ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.